നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുകോട്ട പൊളിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP പണി തുടങ്ങിയോ? കോർപ്പറേഷനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പണികളും മറുപണികളും തുടങ്ങിക്കഴിഞ്ഞു. വരും നാളുകളിൽ ഈ പോര് കടുക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഒരു വശത്ത് കൗൺസിലർ R. ശ്രീലേഖ, മറുവശത്ത് VK പ്രശാന്ത് MLA. ഓഫീസ് മുറിയുടെ പേരിലാണ് തർക്കം. ഒരാൾ മുൻ DGP, അങ്ങനെ ഒരാൾ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ മേയറാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒടുവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ മേയർ സ്ഥാനം നഷ്ടമായി. കൗൺസിലറേക്കാൾ വലിയൊരു സ്ഥാനത്തേക്ക് ശ്രീലേഖയെ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അടുത്തയാൾ അപ്രതീക്ഷിതമായി ചെറുപ്പത്തിൽ തന്നെ മേയറാവുകയും അതുവഴി വട്ടിയൂർക്കാവ് MLA ആവുകയും ചെയ്തയാളാണ്. BJP കോർപ്പറേഷനിൽ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ഈ VK പ്രശാന്തിനോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് മുറി ഒഴിയാൻ R. ശ്രീലേഖ ആവശ്യപ്പെടുന്നു. അനിയനോടുള്ള അഭ്യർത്ഥനാസ്വരമായിരുന്നു, അതല്ല യാചനാസ്വരമായിരുന്നു എന്ന് വരെ ശ്രീലേഖ പറയുന്നുണ്ട്. സ്വരം ഏതായാലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് കേവലം ഓഫീസ് മുറിയെ ചൊല്ലിയല്ല എന്നതും വ്യക്തമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. വട്ടിയൂർക്കാവ് 3 പാർട്ടികൾക്കും ഒരുപോലെ ജയസാധ്യതയുള്ള മണ്ഡലമാണ്. പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്നാഞ്ഞു പിടിച്ചാൽ എങ്ങോട്ടും ചായാവുന്ന മണ്ഡലം. വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖയെ BJP സ്ഥാനാർത്ഥിയാവുമെന്ന അഭ്യൂഹവും ശക്തമാണ്. സ്വാഭാവികമായും VK പ്രശാന്ത് എന്ന ജനകീയനായ MLA തന്നെയാവും ഇടതു സ്ഥാനാർത്ഥി. അതുകൂടി മുന്നിൽ കണ്ടുള്ളതല്ലേ ഇപ്പോഴത്തെ വിവാദം. ഈ വഴിക്കുള്ള പണികൾ BJP വരും ദിവസങ്ങളിൽ ശക്തമാക്കുമെന്നതും ഉറപ്പല്ലേ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP പണി തുടങ്ങിയോ? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾ തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർത്തകളൊക്കെ കൃത്യമായി അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ BJP ഭരണം പിടിച്ചു. തൊട്ടു പിന്നാലെ R. ശ്രീലേഖ, കൗൺസിലർ ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ, ശാസ്തമംഗലം കൗൺസിൽ ഓഫീസും MLA ഓഫീസും എല്ലാം ഒരേ കെട്ടിടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ സ്ഥല സൗകര്യം കുറവാണ്, അതുകൊണ്ട് ഒഴിയണമെന്ന് VK പ്രശാന്തിനോട് ആവശ്യപ്പെടുന്നു. കേവലം ഒരു മുറിയൊഴിയൽ എന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഇതിലില്ലേ? സാറേ, അതിന് ഒരു മര്യാദ ഉണ്ട്. അതായത് റെസ്പെക്ട്, മാനേജ്, ഡിസിപ്ലിൻ. ഇത് പോലീസ് വകുപ്പില്ലാതെ ആ രീതിയിൽ ഒരു MLA-യോട്, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, വ്യക്തിക്ക പ്രാധാന്യം. പിന്നെ ഒരു MLA-യോട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ കഴിയൂല. ഇതൊരു പ്രൗഡ് കോർസിൽ ഫോറെ പോൾസ് പറഞ്ഞ അഹംഭാവത്തിന്റെ ഇതാ. അത് ശ്രീലേഖ എന്ന് പറഞ്ഞ DGP ആയിട്ട് പിന്നെ പിരിഞ്ഞ ആളല്ലേ. അപ്പൊ അതുമല്ല, പിന്നെ ഇപ്പൊ രാജേഷ് പിന്നെ മേയറാക്കിയത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ ശ്രീയ മേയർ ആയിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതിന് മുമ്പിലത്തെ പ്രീവിയസ് ആയിട്ടുള്ള അതേ സംഗതി തന്നെ നടക്കൂ. അന്ന് ആ കുട്ടീനെ ഇതെന്ന് പറഞ്ഞ പിന്നെ കണ്ടില്ലേ, ഇവർ മട്ടോട്ടിട്ട് എന്തോ കയ്യാറ്റം ചൊറിഞ്ഞാറ്റം ഈറ്റിയാറ്റം വന്നിട്ട് കയ്യാറ്റം കൈകൊണ്ടാൻ തട്ടിപ്പോയി ആ കുട്ടീന്റെ ജീവിതം പോക്കുന്ന രീതിയിലെ ഭർത്താവ് MLA-യും ആര്യയും കളിച്ച് അതേ രീതിയിൽ തന്നെ ഇതും ഇതിന് ഉണ്ടാകുക. ഇപ്പം തൃശ്ശൂർ തന്നെ കാണുന്ന സുരേഷ് ഗോപി പിന്നെ സിനിമയിലും നല്ല മര്യാദ. ഇതില് പൊതുജനത്തിനോട് ആ റെസ്പെക്ട്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ടല്ലേ സംസാരിക്കുക. അതല്ലേ ഇപ്പൊ ഇതിൽ കാണിച്ചില്ലേ, എല്ലാം ഡൗൺ ആയി വന്നില്ലേ. ആടാ മാറി മറിഞ്ഞ് കോൺഗ്രസ് പിന്നെ BJP-ക്ക് ഡൗൺ അല്ല, അതേപോലത്തെ സ്ഥിതിയാ വരിക. ഏതാള് ചിന്തിക്കണോ, നമ്മള് വലിയ ആള്, പിന്നെ സാധാരണക്കാർക്ക്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ, ഇപ്പോൾ ഈ ഓഫീസ് മുറിയെ ചൊല്ലിയാണ് തർക്കം എന്നൊക്കെ പറയുമ്പോഴും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമെന്നൊക്കെ ചില സൂചനകൾ അതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് MLA ആണ് VK പ്രശാന്ത്. വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി R. ശ്രീലേഖ വരും എന്നുള്ള ചില അഭ്യൂഹങ്ങളും ശക്തമാണ്. അത്തരമൊരു രാഷ്ട്രീയ മാനം ഇതിൽ കാണേണ്ടതുണ്ടോ? ശ്രീ ജയകുമാർ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇത് രാവിലത്തെ ഈ പ്രശ്നമാണെങ്കിൽ രാവിലത്തെ പ്രശ്നം ഇച്ചിരി കടുപ്പിച്ച് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് അവർ വളരെ കോംപ്രമൈസിലാണ് പോയത്. അപ്പൊ ശ്രീല മാഡത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ചാടി ഒരു ഇത് ചെയ്യുന്ന ഒരു ആളല്ല. എന്തോ MLA-ക്ക് തെറ്റുപറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും അത് പറഞ്ഞു തീർത്തപ്പോൾ അത് ക്ലിയറായി. പിന്നെ ഉള്ളത് ഈ ഭരണം പിടിക്കുന്ന കാര്യമൊന്നും നടക്കില്ല സാറേ. അതെന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
ഈ സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഭരണം കൊണ്ട് ജനം പൊറുതി വിട്ടിപ്പോ ശ്രീലേഖ മാഡത്തിനെ പൊക്കി കാണിച്ചപ്പോൾ ജനം എല്ലാം കൂടെ അങ്ങ് കൊടുത്തു. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, അവരൊരു നല്ല സ്റ്റാൻഡേർഡായ സ്ത്രീയാണ്. അപ്പൊ അവരുടെ രീതിയിൽ ഭരണം പോകുമ്പോൾ ആ രീതിക്ക് പോകും. കള്ളവും ഒന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുള്ള ഇതിലാണ് ജനം മൊത്തം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ചെല്ലുമ്പോഴേ പലരും പറയുന്നതായിട്ടുണ്ട് നല്ലൊരു ഭരണം വരുമല്ലോ ഈ ഇലക്ഷനെ സംബന്ധിച്ച് വീടുകൾ പറയുന്നത്. താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനല്ലേ? അതെ സർ. അപ്പൊ നമ്മളവിടെ കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ് പ്രവർത്തകനായ താങ്കൾക്കും ഇതാണ് അഭിപ്രായം അല്ലേ? അവര് നല്ലൊരു സ്ത്രീയാണ് സാർ. പിന്നെ ഈ രാജേഷിനെ സംബന്ധിച്ച് സാർ ഒരുപാട് കാര്യം ചോദിച്ചുകൊണ്ട് 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ രാജേഷിനെ സംബന്ധിച്ചാണെങ്കിൽ സാറേ ഇത് പഴയതിനെക്കാട്ടിലും കഷ്ടമായിട്ടേ പോകുള്ളൂ. അതിന് കാരണം ചോദിക്കുകയാണെങ്കിൽ കാരണം പറയാം. കാരണം നോമിനേഷൻ കൊടുക്കാൻ നേരത്തെ മുഖ്യമന്ത്രിയെ വിളിച്ച് അനുവാദം മാറ്റിയിട്ടാണ് പുള്ളി അത് ആശംസ വാങ്ങിച്ചിട്ടാണ് പുള്ളി പോയത്. ഒന്ന്. രണ്ടാമത്തെ കേസ് ഈ അകത്തും പുറത്തും രാജേഷ് കിടന്ന് ഈ അഴിമതി ആരോപിച്ച പോലെ പഴയ മേയർക്കെതിരെ അഴിമതി ആരോപിച്ച പോലെ ഓരോരുത്തരും ആരോപിച്ചിട്ടില്ല. അകത്തും പുറത്തും സ്വജനപക്ഷപാതം, പിന്നെ ഇത് കൈക്കൂലി. താങ്കൾ പറയുന്നത് ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള വി രാജേഷിനേക്കാൾ മികച്ചതാണ് രാഷ്ട്രീയ പ്രവർത്തന പരിചയമേ ഇല്ലാത്ത ആർ ശ്രീലേഖ എന്നല്ലേ? സാറേ നമ്മളൊരു ജനത്തിനെ ഭരിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇത് അത്ര പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ എന്നാലും താങ്കളുടെ വ്യക്തമാണ്. പക്ഷേ താങ്കൾ ഈ വിഷയത്തിലല്ല സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ശരത്താണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP അധികാരമേറി തൊട്ടു പിന്നാലെ തന്നെ MLA ഓഫീസ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്ന് ഒഴിയണമെന്നുള്ള ആവശ്യം ഒരു കൗൺസിലർ തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണോ ഈ ലക്ഷ്യം? അതുവരെ ഇത്തരം പണികളും മറുപണികളും എല്ലാം തുടരാൻ തന്നെയാണോ, അല്ലെങ്കിൽ പോര് കടുക്കാനാണോ സാധ്യത? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഈ BJP മറ്റുള്ള ഭരണങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ BJP മുന്നോട്ട് വരുന്നത്. അപ്പോ ഏത് മേഖലയിലായാലും വനിതാ പ്രാതിനിധ്യം കൊടുക്കണം, അവർക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് പറയുമ്പോഴും ശ്രീലേഖ മേഡം വരുമ്പോൾ ഒരവസരം കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് BJP കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നൊരു സാഹചര്യമാണ്. അപ്പോ ഏത് മേഖലയിലായാലും ഇപ്പൊ നമ്മള് അധികാരത്തിന്റെ ഏത് മേഖല എടുത്ത് നോക്കിയാലും പുരുഷാധിപത്യമാണ് കൂടുതലുള്ളതെന്നാണല്ലോ ഒരു പരാതിയുള്ളത്. അപ്പൊ വനിതകൾക്കും കൂടെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൂടെ? എന്നാ നമ്മുടെ വിഷയം അതല്ല ശ്രീ ശരത്ത്. നമ്മുടെ ചോദ്യം BJP അധികാരത്തിൽ വരുന്ന തൊട്ടു പിന്നാലെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അതങ്ങനെ കേവലം ഒരു ഓഫീസ് മുറിക്ക് അപ്പുറത്തേക്ക് വട്ടിയൂർക്കാവിൽ അടുത്ത തവണ എന്തായാലും DGP ആയിരുന്ന ഒരാളെ കൗൺസിലർ സ്ഥാനത്തേക്ക് ഇരുത്താൻ വേണ്ടി ഒരു പാർട്ടി മത്സരിപ്പിക്കില്ല എന്നുള്ളത് ഒരു കോമൺ ലോജിക്കാണ്. വലിയ സ്ഥാനത്തേക്കൊക്കെ സ്വാഭാവികമായി മേയർ അല്ലെങ്കിൽ മറ്റു സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധ്യതകൾ ഊഹിക്കുന്നതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഇതിനകത്ത് പിന്നിലില്ലേ? രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നാണ്. ശ്രീ ഗൗതം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതാധിപത്യം അവസാനിപ്പിച്ചാണ് BJP അധികാരം പിടിച്ചത്. BJP അധികാരം പിടിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പണികളും തിരിച്ച് CPMന്റെ ഭാഗത്തുനിന്നുള്ള മറുപണികളും ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ ഇരുവരും തമ്മിലുള്ള പോര് തുടങ്ങി എന്ന് വേണമോ കരുതാൻ? അവരെ കഞ്ഞി തോണാൻ കണ്ടില്ലേ? കേൾക്കാൻ വയ്യ താങ്കൾ പറഞ്ഞു, കൃത്യമായി പറയൂ. അവരുടെ കാര്യങ്ങൾ കണ്ടില്ലേന്ന് ശ്രീ ഗൗതം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി പറയൂ. ഹലോ, ശ്രീലേഖന് അടുത്ത മേയർ സ്ഥാനം കിട്ടാത്തതിന് ഈ MLAയുടെ പേരിലേക്ക് കയറേണ്ട ആവശ്യം എന്തിനാണ്? ശരി, ഓക്കെ. ശ്രീ ഗൗതമാണ് സംസാരിക്കുന്നത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ശ്രീ ബിനോയ് ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ബിനോയ്, എന്തായാലും വട്ടിയൂർക്കാവ് ആണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന ബിനോയ്ക്കും തോന്നും എന്നെനിക്ക് തോന്നുന്നു. അവിടെ കോൺഗ്രസിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. 3 പാർട്ടികൾക്കും ആഞ്ഞു പിടിച്ചാൽ എങ്ങോട്ടും ചായാവുന്ന ഒരു മണ്ഡലം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഈ BJP ഭരണത്തിൽ വന്നതോടുകൂടി അത്തരമൊരു ലക്ഷ്യത്തിലേക്കുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആർ ശ്രീലേഖ IPS ഇപ്പൊ കാണിച്ചത് ഒരിക്കലും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഒരു MLA വിളിച്ചിട്ട് റൂം ഒഴിയണം, മാറണം എന്നൊക്കെ പറയുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ഒരുപാട് താഴെയാണ്. എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴും ശ്രീലേഖ
ആർ ശ്രീലേഖ വിചാരിച്ചിരിക്കുന്നത് അവര് പോലീസിൽ തന്നെയാണ് DGP ആണ് എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. അവര് മനസ്സിലാക്കുന്നില്ല ഇവിടെ ജനാധിപത്യം ഉണ്ടെന്നും ജനങ്ങളാണെന്നും തെരഞ്ഞെടുക്കുന്നെന്നും അവർ മനസ്സിലായില്ല. അവര് അങ്ങാടിയിൽ തോറ്റപ്പോൾ അമ്മയുടെ നെഞ്ചത്ത്. BJP അവരെ പൊതുവെ പാടെ ഒഴിവാക്കി. BJP അവരെ തിരുവനന്തപുരം മേയർ ആക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതും ആക്കിയില്ല. അവര് മാനസികമായി ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് കിട്ടിയൊരു അത്താണി എന്ന് പറഞ്ഞാൽ പ്രശാന്തിനെ MLA വിളിക്കാമെന്ന് ആരും ആയിക്കോട്ടെ, MLA വിളിക്കുക, എനിക്ക് റൂം ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അപ്പോൾ എപ്പോഴും ഒരു ബ്യൂറോക്രസ്റ്റ് പൊളിറ്റിക്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുള്ള ആ പ്രശ്നമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ രാവിലെ അവർക്ക് ബോധം വെച്ച് പ്രശാന്തിനെ വന്ന് കാണുകയും വന്ന് തോളി തട്ടുകയൊക്കെ ചെയ്തത് എനിക്ക് തോന്നുന്നു അവര് അവിടെ മത്സരിക്കുവാൻ പോകുന്നു. അപ്പൊ നേതൃത്വം പറഞ്ഞു കാണും. ഇപ്പൊ തന്നെ ആളുകൾ പൊതുവായി സാമാന്യമായി നിൽക്കുന്ന ജനങ്ങള് എതിരായിട്ടുണ്ട്. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ VK പ്രശാന്തിനെ വന്ന് കണ്ടത്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ മര്യാദയല്ല. ഇത് തന്നെയാണ് BJP ഗുജറാത്തിലും മറ്റു ജയിച്ച സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടി സമീപനം പാലിക്കേണ്ടതാണ് ആർ ശ്രീലേഖ. ഇത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിപ്പോയി. എന്തായാലും MLAക്ക് താഴെയാണ്. പിന്നെ താഴെ ശ്രീലേഖ IPS താഴെ ഇറങ്ങി വരിക, ഒരു സാധാ പൊതുപ്രവർത്തകയായി മാറാൻ ശ്രമിക്കുക. BJP കാണിച്ചത് കൃത്യമാണ്. ഞാൻ ഏത് രാഷ്ട്രീയമാവട്ടെ BJP അവരെ മേയർ ആക്കാതിരുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുപ്രവർത്തനം അദ്ദേഹം ഇപ്പൊ മേയറായ VV രാജേഷ് ഏത് പാർട്ടിക്കാരനാകട്ടെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ രാഷ്ട്രീയത്തിലെ നല്ലൊരു പ്രൊഫൈലാണ്. അദ്ദേഹം ABVP മുതൽ യുവമോർച്ച, BJP അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പ്രവർത്തിച്ചു വന്നയാള് തന്നെയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ അഖിലാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഖിൽ, കായംകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കായംകുളം കാക്കനാട് നിന്നാണ്. ഓക്കെ, അതെ. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ BSNLന്റെ ഒരു കോൺട്രാക്ടർ വർക്കൊക്കെ ചെയ്യുക. അത്യാവശ്യം കേബിളിന്റെ വർക്കൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ശരി അഖിൽ, അപ്പൊ ഈ അഖില് തിരുവനന്തപുരത്തും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ കണ്ടു കാണുമല്ലോ. യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയത്തോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലേക്ക് BJPയും മറ്റു പാർട്ടികളും ഒക്കെ കടന്നു, അങ്ങനെ വേണമോ കരുതാൻ? ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ BJPക്ക് BJPയുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, CPMന് CPMന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരും നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ശ്രീലേഖ മേഡം എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അവരുടെ സൗഹൃദം കൊണ്ടായിരിക്കും VK പ്രശാന്തിന്റെ അടുക്കൽ ആ ഒരു ഇടപഴകിയത്. പക്ഷെ അതിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനായിട്ടാണ് VK പ്രശാന്ത് ശ്രമിച്ചതെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. അതുപോലെ തന്നെ അതെന്താണ് ശ്രീ അഖിൽ അങ്ങനെ തോന്നാൻ കാരണം? VK പ്രശാന്ത് കഴിഞ്ഞ 7 വർഷമായി അവിടെ MLA ഓഫീസായി ഉപയോഗിക്കുന്നു. അവിടെ കഴിഞ്ഞ തവണ BJP കൗൺസിലറായിരുന്നു. BJP കൗൺസിലർ ഓഫീസും അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയായിരുന്നു. അതുവരെയുള്ള കൗൺസിലർ, അതിന് മുമ്പ് CPM കൗൺസിലറായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ആർ ശ്രീലേഖ വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ആർ ശ്രീലേഖ വരുമ്പോഴത്തേന് പുള്ളിക്കാരിക്ക് സമൂഹത്തിലോട്ട് ഉണ്ടാകുന്ന ഒരു പബ്ലിസിറ്റി, പോപ്പുലാരിറ്റി, അതൊക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു VK പ്രശാന്തിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല എന്നതാണ്. അല്ല, അങ്ങനെ അവിടെ ഒരു MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നോ, ആ MLA ഓഫീസിന് ഉണ്ടെങ്കിൽ ആ MLA ഓഫീസ് അവിടെ ഇതുവരെ ഉള്ളവർക്കാർക്കും പ്രശ്നമില്ല. ആ വട്ടിയൂർക്കാവിലെ തന്നെ MLA അല്ലേ? അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് MLA വിളിച്ച് ഓഫീസ് ഒഴിയണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് ശരിയാണോ? MLA വിളിച്ച് ഓഫീസ് ഒഴിയണമെന്നൊന്നും പുള്ളിക്കാര് പറഞ്ഞില്ല. എനിക്കും കൂടെ ഒരു സ്ഥലം തരണം, പറഞ്ഞത് അവിടെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം തരണമൊക്കെ അതൊരു ക്ലിയർ ഒഴിയണമെന്ന് തന്നെയാണ് ശ്രീ അഖിൽ ശ്രീലേഖ തന്നെ വളരെ കൃത്യമായി ഇന്നത്തെ ബൈറ്റുകളിലെല്ലാം കൃത്യമായി തന്നെ ചാനലുകളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒഴിയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു, യാചനാസ്വരത്തിലാണ് പറഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒഴിയണമെന്ന് VK പ്രശാന്ത് പറഞ്ഞത് അഭ്യർത്ഥിച്ചാലും യാചനാസ്വരത്തിൽ പറഞ്ഞാലും ഒഴിയണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ള മറുപടിയല്ലേ എനിക്ക് പറയാൻ കഴിയുമെന്നാണ് VK പ്രശാന്ത് ചോദിച്ചത്. അത് പറഞ്ഞത് അഭ്യർത്ഥനയായാലും നമ്മളൊരു ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്, മര്യാദ ഇല്ലാതെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീലേഖ മേഡത്തിനെ പോയിട്ടുള്ള ഒരു വ്യക്തി പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ചത് നല്ല മര്യാദയുടെ രീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഇതിലെ കൊച്ചു കുട്ടികൾ നമ്മളെ നുള്ളിയെന്നും പിച്ചിയെന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുന്ന ഒരു രീതിയിലേക്കാണ് പ്രശാന്തിന്റെ നിലവാരം കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു സംശയം, ഒരു കൗൺസിലറിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ് MLA.
ഒരു MLA അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക എന്നുള്ളതല്ലല്ലോ. അവിടുത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട് കൗൺസിലിൻ്റെ തീരുമാനമാണ്. കൗൺസിൽ മേയറോട് അഭ്യർത്ഥിച്ച് മേയർ കൗൺസിൽ പ്രത്യേക കുറിപ്പ് കൊണ്ടുവന്ന് അത് പാസ്സാക്കി അതിനുശേഷം അങ്ങനെയൊക്കെയല്ലേ നീങ്ങേണ്ടത്. ഇത് വിഷയം എന്ന് പറഞ്ഞാൽ മേയറിനോ കൗൺസിലറിനോ MLA എന്നോ അല്ല. ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ശ്രീലേഖ മേഡം ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും VK പ്രശാന്ത് ആണെങ്കിലും ഒരു കാലത്ത് ഇവര് തമ്മിൽ നല്ലൊരു അടുപ്പവും സൗഹൃദവും അങ്ങനെ ഒരു കാലത്ത് അടുപ്പവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നെന്ന് ശരിയായിരിക്കും. ഒരാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, മറ്റൊരാൾ ശ്രീലേഖ വ്യക്തിപരമായി എൻ്റെ വീടിൻ്റെ വഴിക്കൊന്ന് ഒഴിയണം എന്നല്ല ആവശ്യപ്പെട്ടത്. കൗൺസിലർ എന്ന നിലയ്ക്കുള്ള തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കൗൺസിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന് തന്നെയാണ്, അത് രണ്ടും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്, MLA ഓഫീസും. അതുകൊണ്ട് തൻ്റെ കൗൺസിലർ ഓഫീസിന് കൂടുതൽ സ്ഥലം വേണം, അതുകൊണ്ട് MLA ഓഫീസ് അവിടെ നിന്ന് ഒഴിഞ്ഞു തരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് അവരുടെ ഭാഗത്ത് ന്യായമാണോ അന്യായമാണോ എന്നൊക്കെ പിന്നെ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ അങ്ങനെ ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ. അങ്ങനല്ല. അതിനകത്ത് നമ്മൾ ഇരട്ടത്താപ്പ് നയം നമ്മൾ സ്വീകരിക്കില്ലേ. അത് നമ്മൾ ന്യായം ആരുടെ ഭാഗത്താണെന്ന് അത് കൃത്യമായിട്ട് ഞാൻ പറയാം. അതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീലേഖ മേഡം എന്ന് പറയുന്ന ഒരു വനിതയാണ്. അവിടെ ഇത്ര നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 പുരുഷന്മാരായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ആ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു നാട്ടിലുള്ള MLA സഹിലിന്റെ വാദം അങ്ങനെ അത് ഞാൻ സമ്മതിക്കുന്നു. ഓരോരുത്തർക്കും ഓരോരുടേതായ രീതിയിൽ വിഷയങ്ങളെ വ്യാഖ്യാനിക്കാം. ശരി, ശ്രീ രഘുനന്ദനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രഘുനന്ദനൻ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം കേവലം ഒരു ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കമാണോ, അതോ 3 മാസത്തിനുള്ളിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ടുള്ള ഒരു തർക്കമാണോ? രഘുനന്ദനൻ, തിരുവനന്തപുരം, കൊല്ലം. അതാ എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു കംപ്ലൈന്റ് എന്താണ്? അവര് അപമര്യാദയായിട്ട് പെരുമാറുന്നു, അവര് ധാർഷ്ട്യമുണ്ട്, മറ്റെല്ലാം പറഞ്ഞാണ് ഇപ്പൊ വോട്ട് പിടിച്ച് ഇവര് നേടിയത്. എന്നിട്ട് ഇവര് കാണിച്ച ഈ സ്വഭാവം ആരിഷ്ടപ്പെടും? യഥാർത്ഥത്തില് ഇവര് പോലീസ് ഓഫീസർ ആയിരുന്നു. പക്ഷേ പോലീസ് ഓഫീസർ ആയിരുന്ന സമയത്ത് അപ്പൊ അവരെന്തെല്ലാം പ്രവൃത്തികൾ ഇതേപോലെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സ്വഭാവത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവര് മേയർ ആവണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു ഇലക്ഷൻ നിന്ന് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാല് ആ പാർട്ടി തീരുമാനിക്കണേ ആരെ ആക്കണം എന്നുള്ളത്. പക്ഷെ ഇത് അവരാവുമെന്ന് പറഞ്ഞിരുന്നത് മേയറും ആയില്ല, ഡെപ്യൂട്ടി മേയറും ആയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതുകൊണ്ട് പ്രശാന്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹം എന്താ പറഞ്ഞത്, ഒഴിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച ഏത് രീതിയിലായിരിക്കും നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ BJP പാർട്ടിയിൽ നിന്നും സമ്മർദ്ദം വന്നതിന് ശേഷമാണ് അവരൊന്ന് അയഞ്ഞത്. ഇപ്പൊ മേയറെ സംബന്ധിച്ചോളം അവരെ പ്രതിരോധിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മേയർ ആ രീതിയിൽ സോഫ്റ്റ് ആയിട്ടും സംസാരിച്ചത്. അപ്പൊ ഒരിക്കലും ഇവര് പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു എന്നുള്ളതിൽ അവർ രാഷ്ട്രീയത്തിൽ ഒട്ടും യോജിച്ച ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, ശ്രീ രഘുനന്ദനാണ് സംസാരിച്ചത്. മറ്റൊരു പ്രശ്നം കൂടിയാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നു. തൊട്ടു പിന്നാലെ സ്വാഭാവികമായും BJPയുടെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നിയമസഭാ സീറ്റുകൾ തന്നെയാണ്. അത് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം ആണോ ഇപ്പോൾ ശ്രീലേഖ VK പ്രശാന്ത് തർക്കം? നമസ്കാരമുണ്ട്, പറഞ്ഞു. ഞാൻ ചെർപ്പളശ്ശേരി ഗോപകുമാർ. ശരി, പറഞ്ഞോളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഓക്കെ. പക്ഷെ ഇവര് പറയുന്ന CPM-കാരുടെ മുഴുവൻ വാദം എന്താ അറിയോ? BJP ശ്രീലേഖ IPS-നെ മേയറാക്കാന്ന് പറഞ്ഞു എന്നാണ്. ഏത് BJP-കാരനാ പറഞ്ഞിട്ടുള്ളത്? അതൊന്നും ഇവര് വ്യക്തമാക്കണം. ഇതിൽ മാധ്യമങ്ങളിൽ വരണതോ പേപ്പറിൽ വരണതോ ന്യൂസിൽ വരണതോ ഒന്നും BJP പാർട്ടി പറഞ്ഞ വായിൽ കുത്തിത്തിരികരുത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന് CPM-ന്റെ പ്രതിനിധികൾ വന്നിട്ട് പറയാണ് മേയറാവാൻ പറ്റാത്തതിന്റെ ഭയങ്കര വിഷമമുണ്ട്, അതിങ്ങനെ കാണിക്കുകയാണ്. ആര്യ രാജേന്ദ്രനെ ആകാൻ വേണ്ടി നോക്കുകയാണ് ഇവർ. ആര്യ രാജേന്ദ്രനും ശ്രീലേഖ മേഡവും പറഞ്ഞ ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയും അമ്പഴങ്ങിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഇവർ ആദ്യം പഠിക്കട്ടെ. പിന്നെ CPM-മാരാണ് പറയുന്നത് മേയറാക്കാന്നുള്ള. ഇത് സംഭവിച്ചു, അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മേയറാക്കാൻ ആവാത്തതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മേഡം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അതേ എന്റെ ഒരു ചെറിയ സംശയം, ഈ താങ്കൾ ഈ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു. അതിനകത്ത് ആന ആരാണ്, അമ്പഴങ്ങ ആരാണ്? അത് എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം. അല്ല, താങ്കൾ പറഞ്ഞല്ലേ, അപ്പൊ താങ്കൾ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു വ്യത്യാസം ആര്യ രാജേന്ദ്രനും ശ്രീലേഖയും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന്.
അതായത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നേരത്തെ ഇതിന്റെ മുന്നേ സംസാരിച്ച ഒരു വ്യക്തി കൂടി പറഞ്ഞു ആര്യ രാജേന്ദ്രന്റെ ധിക്കാരം ധാർഷ്ട്യം ആണെന്ന് പറഞ്ഞു വന്നവരാണ് അങ്ങനെ ചോദിച്ചു വോട്ട് വാങ്ങി വന്നവരാണ് ഇവരെന്ന്. അപ്പൊ അവർക്ക് ബോധ്യമുണ്ട് ആര്യ രാജേന്ദ്രൻ ധാർഷ്ട്യത്തിന്റെ ആളായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ അല്ല ഞാനെന്ന് പറഞ്ഞിട്ട് വോട്ട് വാങ്ങി വന്നതാണ് ശ്രീലേഖ മേഡം എന്നാണ് ഇപ്പൊ നേരത്തെ സംസാരിച്ച ആള് പറഞ്ഞത്. അപ്പൊ ഇടതുപക്ഷക്കാരനൊന്നുമില്ല കേട്ടോ. അല്ല എങ്ങനെയായാലും പറഞ്ഞോളൂ. അതാണ് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ പറയും ആനയും അമ്പഴങ്ങിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പറയും. അതാ പറയാ അങ്ങനെ വലിയ വ്യത്യാസം ഏത് മേഖലയിലാണ് ആര്യ രാജേന്ദ്രനും ആർ ശ്രീലേഖയും തമ്മിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമുള്ള ഒരു മേഖല? അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാൻ തന്നെയാണ് കാര്യം. കൃത്യമായിട്ട് പറയാം, ഓപ്പണായിട്ട് പറയാൻ കഴിയും. ഒന്നാം നമ്പർ ധാർഷ്ട്യത്തിന്റെ, അതായത് ഇപ്പൊ വി ജോയി പറഞ്ഞല്ലോ, ശ്രീലേഖ മേഡത്തിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, വി ജോയി പറഞ്ഞൊരു വാക്കുണ്ട്, എന്തൊരു അത് അവരുടെ ഭാഗത്തുള്ള ഒരു പഴഞ്ചൊല്ലാണ് തോന്നുന്നുണ്ട്, പെര മുടിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു. ശ്രീ ഗോപകുമാർ, താങ്കളാണല്ലോ പറഞ്ഞത് ആര്യ രാജേന്ദ്രനും ആർ ശ്രീലേഖയും തമ്മിൽ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാൾ തീരെ ചെറിയ ആളും ഒരാൾ വലിയ ആളും എന്നാണല്ലോ. അതിനകത്ത് ആരെയാണ് ഈ വലിയ ആൾ, ആരാണ് തീരെ ചെറിയ ആളെന്ന് ഉദ്ദേശിച്ചത്? അതെനിക്ക് മനസ്സിലായില്ല. വലിയ ആളെന്ന് ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ തന്നെ ഓപ്പണായിട്ട് തന്നെ പറയാൻ കഴിയും. ധാർഷ്ട്യം, ആന എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ആര്യ രാജേന്ദ്രനാണോ? അല്ല, ധാർഷ്ട്യം കൂടുതൽ കാണിക്കുന്നത് ആന അങ്ങനെ കാണിക്കില്ലല്ലോ. പിന്നെ താങ്കൾ തന്നെയല്ലേ ഈ ഉദാഹരണം പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ധാർഷ്ട്യത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാർഷ്ട്യത്തിൽ ആന ആര്യ രാജേന്ദ്രൻ തന്നെ. ആന ആര്യ രാജേന്ദ്രൻ, അമ്പഴങ്ങയാണ് ആർ ശ്രീലേഖ അല്ലേ? അല്ല, ധാർഷ്ട്യത്തിന്റെ കാര്യത്താ പറഞ്ഞ ഞാൻ ആനയെ ഉദ്ദേശിച്ചത്. ശരി, ഏത് കാര്യത്തിലാലും ശരി, ഓക്കെ. അല്ല, അങ്ങനെ പറഞ്ഞ് മാറ്റിമറിക്കല്ലേ. ഞാനല്ലല്ലോ മാറ്റിമറിക്കുന്നത്, ശ്രീ ഗോപകുമാർ തന്നെയല്ലേ ആനയെ അമ്പഴങ്ങ ഉദാഹരണമൊക്കെ എടുത്തത്. ഞാൻ തന്നെ എനിക്കൊരു സംശയം കൊണ്ട് ചോദിച്ചു, ഇവർ തമ്മിൽ അത്ര വലിയ വ്യത്യാസമുള്ളതായി എനിക്കറിയില്ല. ഒരാൾ അങ്ങനെ മോശക്കാരിയായിട്ടൊരു വ്യത്യാസമുള്ളതായി എനിക്കറിയില്ല. രണ്ടുപേരും സ്ത്രീകളാണ്, രണ്ടുപേരും രണ്ട് മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ്. പറഞ്ഞത് ഇവരാണ് ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, CPM-ന്റെ ആളാണെന്ന് തോന്നുന്നു എനിക്ക്. ശരി ഗോപകുമാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് പറയുക. ഞാൻ ഉദ്ദേശിച്ചത് ധാർഷ്ട്യം, ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു ആര്യ രാജേന്ദ്രൻ. അതാ പറഞ്ഞത്, താങ്കൾ ഉദ്ദേശിച്ചത് ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ ആര്യ രാജേന്ദ്രൻ ആനയാണ്, ആർ ശ്രീലേഖ അമ്പഴങ്ങയാണ്, അങ്ങനെയല്ലേ? അതെ, അതന്നെ കൃത്യമാണ്. ശരി ശരി, എല്ലാവരും കേട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്. ഈ ശ്രീലേഖ മേഡത്തിനെ ആര്യ രാജേന്ദ്രനെ ആക്കണ്ടെന്നാണ് എന്റെ ഭാഷ്യം. ശരി ശരി, ഓക്കെ. ശരി ഗോപകുമാർ. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തെ കാണുന്നത്? ഈ കേവലം ഒരു ഓഫീസ് മുറിക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ടോ? നമസ്കാരം. അല്ല, ഇത് എന്റെ ഭായി ഇതൊരു ബ്യൂറോക്രാറ്റും ഒരു ഡെമോക്രാറ്റും തമ്മിലുള്ള കൂട്ടിയിടി അല്ലത്. ഇത് കാരണം ഇതൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ടൈറ്റിൽ കാണിക്കുന്ന പോലെ ഇതിൽ പണികളുണ്ട്. പണികളെന്ന് പറഞ്ഞപ്പോ ഇനി വേണമെങ്കിൽ ഉദാഹരണം പറയാം. നമ്മുടെ ബാലകൃഷ്ണൻ വടകര 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഈ തിരുവനന്തപുരം പിന്നെ അവിടെ ഇതില് തിരുവനന്തപുരത്ത് ഇവിടെ കൂടെ ചവിട്ടിയിട്ട് വേണം, അവിടെ കോർപ്പറേഷനിൽ ചവിട്ടിയിട്ട് വേണം ഇവിടേക്ക് പോകാനും അസംബ്ലിയിലേക്ക് പോകാനും സെക്രട്ടേറിയറ്റിലേക്ക് പോകാനെന്ന് പറഞ്ഞു. ഇതെന്തൊക്കെ ഇവര് രണ്ടു കൂട്ടരും ശരിക്കും പറയാൻ അങ്ങോട്ടും വക വെക്കാത്ത ടീമുകളാണ്. BJP അങ്ങോട്ടും വക വെക്കില്ല, BJP ഇങ്ങോട്ടും വക വെക്കില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് കിട്ടിയപ്പോൾ അവരും കളിക്കാൻ നോക്കുന്നുണ്ടാവും. ഇതിൽ രാഷ്ട്രീയം ഉണ്ടാവുന്നേ സാധാരണ പതിവല്ലേ. രാഷ്ട്രീയത്തിന് വക നോക്കില്ല, ഞാൻ അവരും ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ആര്യ രാജേന്ദ്രനാണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അവര് ആ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയിട്ട് കുറെ ജനങ്ങളുടെ മനസ്സിലാ മസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് BJP ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് വരുന്നവരാണ്, അവരെ ഉൾക്കൊള്ളില്ലേ. അപ്പൊ അവരത് കാണിക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഈ കൗൺസിലർ പറയുന്ന MLA പോസ്റ്റുകൾ നല്ലല്ലോ ഒഴിപ്പിക്കുന്നത്. കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു MLA ഓഫീസ്, അതിനോട് ബന്ധപ്പെട്ട് കുറെ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നു, കുറെ റൂമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മേയർ ഇപ്പൊ കാലത്ത് കാണിച്ചിരുന്നത് 31 മാർച്ച് 31 എനിക്ക് കാലാവധി ഉണ്ട്, നികുതി അടയ്ക്കുന്നതിൽ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ലാന്നാണ് പറഞ്ഞത്. ഇത് ഈഗോ മാത്രമൊന്നുമല്ല, ഇത് രാഷ്ട്രീയം കാണുന്നേ. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരും കളിക്കാൻ നോക്കില്ലേ. പകപോക്കൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്, ഓരോ സമയത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ SLC ലാർണിംഗ് കേസിന്റെ കേസ് അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പോകണമെന്ന് വെച്ച് അതിന്റെ മുകളിൽ CI വെച്ചിട്ട് പോയി ഇല്ലേ. ഇത് അതേ സ്ഥാനത്തിന് ഇപ്പൊ ഇവിടെ പിണറായിയും ചെയ്ത് പോണ പോക്കില് പിന്നെ അവിടെ ഈ സോളാർ കേസിന്റെ മുകളിൽ CI വെച്ച് പോയി. അപ്പൊ ഇത് പകപോക്കല്ല ഭാഷ നടക്കുന്നുണ്ടെങ്കിൽ അതിലിപ്പോ ഇത്ര വിഷയക്കാരൊന്നുമില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും താങ്കൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണം താങ്കൾ പറഞ്ഞു. നിരവധി പ്രേക്ഷകർ അതിന്റെ മറുപടിയും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് രാവിലെ മുതൽ ഈ സംഭവം News 18-ൽ കാണാൻ തുടങ്ങിയ സമയം മുതൽ
ഒരു അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സംശയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവിടെ ഒരു കോർപ്പറേഷൻ ഭരണസമിതി ചാർജ് എടുത്തു. അവർ അവിടെ എത്ര കമ്മിറ്റി കൂടി എന്നൊന്നും എനിക്കറിയില്ല. ശ്രീലേഖ മാഡം ഒരു സുപ്രഭാതത്തിൽ ചെന്ന് വി കെ പ്രശാന്തിനോട് വാഗൊണ്ടാണ് പറയുന്നത്, ഒരു രേഖയുമില്ല, ഇറങ്ങിപ്പോകാൻ പറയും. ശ്രീലേഖ അവരുടെ കഷ്ടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിയ ഫ്ളാറ്റോ അല്ലെങ്കിൽ അവരുടെ തറവാട്ട് വീടോ വാടകയ്ക്ക് എടുത്തെടുത്ത് നിന്ന് വാടക കൊടുക്കാതെ ഇറങ്ങിപ്പോകാനല്ല അവർ പറയാനുള്ള അവകാശത്തോടെ പോലെയാണല്ലോ അവർ ചെന്ന് പറഞ്ഞു. എന്തെങ്കിലും നോട്ടീസ് കൊടുത്തോ? അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഏതാണ്? അവിടെ കമ്മിറ്റിയുടെ തീരുമാനം ഒരു നോട്ടീസാക്കി അവിടുത്തെ ഒരു ശിപായിയോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥനോ വേണ്ടേ രാജേഷിനെ അറിയിക്കാൻ? ഇവർ നിയമം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ വാ കൊണ്ടുപോയി പറഞ്ഞു? ശ്രീലേഖയുടെ വീട്ടിലല്ലല്ലോ താമസം, വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടല്ലല്ലോ അത്. അതിലെന്താണ് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം? അത് ജനങ്ങളോടും ഈ ശ്രീലേഖയോടും ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം ഇപ്പോഴിതിലൂടെ. ശരി, ഓക്കെ. ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞതാണ് വളരെ വ്യക്തമായി തന്നെ. ഇനി പ്രേക്ഷകരുടെ അഭിപ്രായം പറയാനുള്ള സമയമാണ്. പ്രേക്ഷകർക്ക് അനുകൂലിച്ചാലും എതിർത്തായാലും ഏത് രീതിയിലായാലും അഭിപ്രായം പറയാം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന് പ്രതികരിച്ച്, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേവലം ഒരു ഓഫീസ് മുറിക്ക് അപ്പുറത്തേക്ക് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ടുള്ള നീക്കം കൂടി ഇപ്പോഴത്തെ ഈ വിവാദത്തിന് പിന്നിൽ ഉണ്ടോ? ഇത് ഓഫീസ് മുറിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിവാദം ഇല്ല. പക്ഷെ ഇത് വിവാദമാക്കി മാറ്റിയെടുക്കും. കാരണം CPM അത് വിവാദമാക്കി മാറ്റിയെടുക്കണം. അന്നേരം അവർക്കൊരു ഇപ്പം നമ്മളെ തിരുവനന്തപുരം പോയ സ്ഥിതിക്ക് അവിടെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വട്ടിയൂർക്കാവിൽ ഒരുവിധം ശ്രീലേഖ നിൽക്കും എന്നുള്ളൊരു സാധ്യതയും കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വിവാദമാക്കി മാറ്റുക, ഇത്ര ദാസ്യമുള്ള ഒരാളാണെന്ന് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ശ്രീലേഖന്റെ തറവാട്ട് വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നതെന്ന് പറഞ്ഞ പോലെ MM മണിയുടെ തറവാട്ട് വീട്ടിൽ നിന്നുള്ള ഈ 2000 രൂപ കൊടുത്തിട്ട് നട്ടിട്ട് നന്ദിയില്ലാത്ത പണി കാണിച്ചു എന്ന് പറഞ്ഞത് MM മണി. അതും തറവാട്ട് വീട്ടിൽ നിന്നല്ലാന്ന് ഓർക്കണം. ഇതാണ് ഈ ദാസ്യമാണ് പ്രശ്നം. എല്ലാവർക്കും ഉള്ള ദാസ്യം. ഇത് ഒരു പാർട്ടിക്ക് മാത്രമൊന്നല്ല, എല്ലാവർക്കും ഉണ്ട് ദാസ്യം. ഇപ്പൊ നമുക്കറിയാം, ഓരോ ഓരോ ചിഹ്നത്തിൽ മത്സരിച്ച് അവരെ വോട്ടും നേടിയിട്ട് ഇപ്പം കോൺഗ്രസ്സുകാർ BJPക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഒരു മെമ്പർ അടർത്തിയെടുത്ത് CPMന്റെ പ്രസിഡന്റ് ആക്കുക. ഇത് ജനങ്ങളെയാണ് ചതിക്കുന്നത്. ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ശരി, സന്തോഷ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള പ്രതികരണം കൂടിയായിരുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ കേവലം ഒരു ഓഫീസ് മുറിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നീക്കമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിലുണ്ടോ? അല്ല, ഈ ശ്രീലേഖ ഒരു 4 മാസം കഴിയുമ്പോൾ അടുത്ത മേയറാവുക. വട്ടിയൂർക്കാവില് രാജേഷാണ് എതിരായിട്ട് മത്സരിക്കുന്നത്. അപ്പോ രാജേഷ് ജയിക്കുകയും ശ്രീലേഖ മേയറാവുകയും ചെയ്യും. അപ്പൊ അതിനൊരു ഉത്തരം അന്നേരം കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മുറി ഇപ്പൊ വേണ്ടല്ലോ. 4 മാസത്തേക്ക് ഈ ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മേയറായി കഴിഞ്ഞാൽ പ്രത്യേക മുറി പിന്നെ കൗൺസിൽ ഓഫീസിന് പുറത്ത് വേണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കൊന്നെങ്കിൽ ഇത് ഞാൻ അവിടെ കുറച്ച് വെച്ചോ സംഭവിക്കാൻ പോകുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും നമുക്ക് താങ്കൾ പറഞ്ഞ സാധ്യത ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ലോ ഒരിക്കലും. അങ്ങനെയും സാധ്യത ഉണ്ടാവാം. VV രാജേഷ് അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒക്കെ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. കേന്ദ്ര നേതൃത്വം അതൊന്നും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. ഇതെല്ലാം നമുക്കൊരു ഊഹം പറയാം. അവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഉറപ്പിച്ചു എന്ന കാര്യം പറയാൻ കഴിയില്ല. മേയറാക്കാൻ വേണ്ടി ചെറിയ തീരുമാനം ഉണ്ടായിരുന്നു. എന്നെ ശ്രീലേഖനെ മേയറാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ അടക്കം തീരുമാനിച്ചായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് രാഷ്ട്രീയക്കാരടക്കുന്ന വിവരമാണ്. പക്ഷേ ഈ രാജേഷ് കുറെ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഒരു അറിയപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് രാജേഷിന്റെ ഒരു മനോവിഷമം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് ഇതിനെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു നല്ല മേയറാക്കുകയും ഒരു സ്ത്രീനെ ആക്കുകയും അതോട് BJPക്ക് വലിയ ഒരു മെജോറിറ്റി ഉണ്ടാവുന്ന കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതാകുക പിന്നെ കിരൺ ബാബു, ഞാൻ ഒന്നും പറയുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ചിലപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അവസാന നിമിഷം പല തീരുമാനങ്ങളും മാറിയും മറിഞ്ഞും ഒക്കെ വരും. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ്. രാഷ്ട്രീയം തന്നെ അങ്ങനെയാണ്. ഏത് അവസാന നിമിഷം പോലും തീരുമാനങ്ങൾ മാറി മറിയാം. ശ്രീ രതീഷ് മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീ രതീഷ് മോഹൻ, താങ്കൾ ഈ രാവിലെ മുതൽ തുടങ്ങിയ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഒരു വിവാദം കണ്ടു കാണുമല്ലോ.
രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതിനുശേഷം അവിടെ ചെന്ന് നേരിട്ട് ഉള്ള സംഭാഷണം ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ള സംശയം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്, പിന്നെ മത്സരമുണ്ട്. ഇപ്പൊ ഇതിൽ MLA, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്ന ആള്, പിന്നെ MLA എന്നൊരാള്, പിന്നെ അതിൽ വരുന്നത് എന്താണ്, അവരുടെ ഒക്കുപ്പൻസി, അവരുടെ ഓഫീസ് വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെന്താണ് വിഷയം? എനിക്കിത് നോക്കിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. സാധാരണ രീതിയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒന്നാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലുള്ള കുറച്ച് സീനുകളാണ്. അപ്പോൾ ഒരാള് ഒരു സ്ഥലത്ത് വരികയും ആ സ്ഥലത്ത് മറ്റൊരാൾ തുടരുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇയാളോട് സംസാരിക്കുകയല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോ അതിനകത്തൊരു ചെറിയ സംശയം, അങ്ങനെ അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നിടത്തോളം ഒരേ പോസ്റ്റിലേക്ക് രണ്ടുപേർ വന്നതല്ല. അല്ലല്ല, ഞാൻ ഒരേ ഓഫീസിൽ തന്നെയാണ് MLA ഓഫീസും കൗൺസിലർ ഓഫീസും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 കൊല്ലം അവിടെ BJPയുടെ കൗൺസിലർ ആയിരുന്നു. ആ കൗൺസിലർ അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. അതുവരെ അങ്ങനെ തർക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കഥയും ഇതുമായി ബന്ധമില്ല. അല്ല, കഥയുമായിട്ട് ബന്ധം ഞാൻ പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ ആ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, നഗരസഭ എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും. അവിടെയാണല്ലോ ഈ MLAയുടെ ഓഫീസ് എന്ന് പറയുന്നത്. MLAയുടെ ഓഫീസ് നമുക്ക് MLA പറയുന്ന രീതിയിലുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. നിയമസഭയകത്ത് പ്രത്യേകിച്ച് അവർക്ക് താമസിക്കുന്നതിനും അല്ലെങ്കിൽ MLA ക്വാർട്ടേഴ്സ് തന്നെ ഓഫീസ് ആക്കണമെന്നൊന്നുമില്ലല്ലോ. ബാക്കി MLAമാരൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിലെ 1-2 പേർക്കല്ലാതെ ആർക്കും MLA ക്വാർട്ടേഴ്സ് ഓഫീസ് ആക്കാൻ കഴിയില്ലല്ലോ. ബാക്കി ഉള്ളവർക്ക് അവിടെ ആളുകൾക്ക് വട്ടിയൂർക്കാവിലെ ഓഫീസ്, ശാസ്തമംഗലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പൊതുവെ എല്ലാവർക്കും വന്നു പോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സൗകര്യമുള്ള എല്ലാ തരത്തിലും സൗകര്യമുള്ള സ്ഥലം. അതിന് MLAക്കായാലും കൗൺസിലർക്കായാലും എല്ലാം ഏറ്റവും സൗകര്യമുള്ള സ്ഥലം ഈ ശാസ്തമംഗലം തന്നെയാണ്. തീർച്ചയായിട്ടും. ഏത് ഭാഗത്ത് ഓഫീസായിരുന്നാലും ഇപ്പം നമ്മുടെ നഗരസഭയിലുള്ള ആളുകൾ ഇപ്പൊ മത്സരിച്ച് പുതിയ BJPയുടെ ഒരു നഗരസഭ രീതിയിൽ അവിടെ ആളുകൾ വരുമ്പോൾ അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം എന്തായാലും വേണമല്ലോ. എനിക്ക് തോന്നുന്നു ഈ വ്യക്തികൾ തമ്മിൽ സംസാരിക്കാതെ മറ്റ് ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് നഗരസഭയെ ബന്ധപ്പെട്ട് അവർക്ക് താമസത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനു പകരം ഇപ്പോൾ ഇങ്ങനെ ഒരു എന്തായാലും ശ്രീലേഖയും അങ്ങനെ രാഷ്ട്രീയം അറിയാത്ത ആളൊന്നുമല്ല, അല്ലെങ്കിൽ വളരെ കൃത്യമായി രാഷ്ട്രീയം അറിയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവരിങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുകയും അത് പരസ്യമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി അതിന് ഉണ്ടാകുമെന്നാണ് നമ്മുടെ സംശയം. അതാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടാവാം. നമ്മളിപ്പോ ഈ വിവാദമായ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ചും ഇത് വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണല്ലോ ഇത് രണ്ടുപേരും ഉള്ളത്. അപ്പൊ അവരിവിടെ ജയിച്ചു വന്നു, അവർക്ക് മേയർ പദവി കൊടുക്കാമെന്നും ഇനി അതല്ല മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവര് ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ പറയേണ്ട വിഷയമാണ്. ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ നമ്മളത് ആലോചിക്കുമ്പോൾ ഒരാൾ നിയുക്തമായിട്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട് അവിടെ സ്ഥാനം നിൽക്കുമ്പോൾ കൗൺസിലറായിട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ളത് ആരാണ്? അവരുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അത് നിയുക്ത ആളുകളുമാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. വ്യക്തികളുമായി സംസാരിച്ച് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം, എനിക്കിവിടെ ഇരിക്കേണ്ട സ്ഥലമാണ്, താങ്കൾ ഒഴിഞ്ഞു തരണം, നാളെ മുതൽ ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുകയാണ്, എനിക്ക് സൗകര്യം പോരാ എന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശമായ കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കളിലേക്ക് വരും മുമ്പ് വളരെ വേഗത്തിൽ ഒന്നുണ്ട് യൂട്യൂബ് കമന്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഐ വാസ് എക്സ്പെക്ടിങ് ദിസ് ആൻഡ് മോർ ട്രിവാൻസ് ഫെയ്റ്റ് എന്ന് പറയുന്നു. അത് ഷിജു കിരിയത്തിൻ്റെ അഭിപ്രായം. അമ്പാടി, തിരുവനന്തപുരം സംസ്ഥാനമാക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അത് തമാശയായിട്ടാണെന്ന് തോന്നുന്നു. ജിജോബ് കുമാറോ അങ്ങനെയാണ് എന്ന പേരെന്ന് തോന്നുന്നു. ഫസ്കാൾ ഫ്രം കമ്മി എന്നൊക്കെ പറയുന്നു. ശുചിമുറിയുടെ സൗകര്യം കണ്ടില്ലേ, സ്ത്രീയല്ലേ, അത് പരിഗണിക്കേണ്ടേ, തെറ്റായ വഴിയിൽ പോയാൽ പണി കിട്ടുമെന്ന് പ്രമോദ് നാണു പറയുന്നു. സുരേഷ് ഗോപിയെ കൊണ്ട് മടുത്തു, അപ്പോഴാണ് അടുത്തത് എന്ന് അമ്പാടി പറയുന്നു. ശ്രീലേഖ പറഞ്ഞത് വളരെ ശരിയാണെന്ന് ശരത് ബാബു പറയുന്നു. ഒഫീഷ്യൽ മാറ്റേഴ്സ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ പ്രോപ്പർ ചാനൽസ് ഉള്ളി എന്ന് സബീന സുൽഫി പറയുന്നു. ദേശീയ പതാകയിൽ കൈപ്പത്തി കൊണ്ടുവെക്കുന്നത് IPCയിൽ ശിക്ഷ എന്താണ് എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസിൻ്റെ പാർട്ടി ചിഹ്നം കോൺഗ്രസിൻ്റെ കൊടിയിൽ വെക്കുന്നതിനെക്കുറിച്ച്, ദേശീയ പതാകയും കോൺഗ്രസിൻ്റെ കൊടിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ആണോ അതോ ഇനി മറ്റേതെങ്കിലും മനഃപൂർവ്വം ചോദിച്ചാണോ എന്ന് അറിയില്ല. ഈ രാഹുൽ ദാസ് P7Z2B എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്.
ക്രിസംഗി LDF മുക്ത വട്ടിയൂർക്കാവും കേരളവും കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ ക്രിസംഗി പറയുന്നു. എന്തായാലും ക്രിസംഗി എന്ന പേരിൽ ഏതോ വ്യാജനാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്വന്തം പേര് പരസ്യമായി എഴുതാൻ ഭയക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സ്വന്തം പേര് പറഞ്ഞാൽ എന്തോ നാണക്കേട് ഉണ്ട് എന്ന് സ്വയം തോന്നുന്ന ആളുകളാണ് ഈ വ്യാജ പേരുകളിലൊക്കെ എഴുതുന്നത്. സാധാരണ പണ്ട് ട്രെയിനിൻ്റെ ബാത്റൂമുകളിലൊക്കെ ആയിരുന്നു ഇത്തരം ആളുകൾ എഴുതിയിരുന്നത്. ഊരും പേരും ഇല്ലാതെ സ്ത്രീകളെക്കുറിച്ചൊക്കെ മോശപ്പെട്ട് എഴുതുന്ന ആളുകളുണ്ട്. അതുപോലെ ഏതോ ഒരാളാണ് ഈ ക്രിസംഗി എന്ന് തോന്നുന്നു. ശ്രീജിത്ത് 21, ഇനി അങ്ങോട്ട് BJP പേടി മൂലം ചെറിയ ചെറിയ കാര്യങ്ങൾ CPM വേവലാതിപ്പെടും. കാരണം ഇതുവരെ മറച്ചു വെച്ച പല കള്ളക്കളികളും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ഇതൊക്കെയാണോ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് മിസ്റ്റർ കിരൺ എന്ന് ക്രിസംഗി വീണ്ടും ചോദിക്കുന്നു. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ക്രിസംഗിയുടെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒറിജിനലായ ഏതോ ഒരു ആൾ കാണുമല്ലോ. സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ അത് ഭീകരമായ നാണക്കേടാകുമോ എന്ന് ഭയപ്പെടുന്ന അയാളോട് വ്യക്തമാക്കുകയാണ്. എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകാനുണ്ട്. മാളയിൽ നിന്ന് പ്രസന്നനാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദത്തെ കാണുന്നത്? കേവലം ഒരു ഓഫീസ് മുറി വിവാദമാണോ? അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാനിത് കാണുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു പക്വതക്കുറവ് ഇതിൽ കാണാൻ നമുക്ക് പറ്റും. ഈ ഇലക്ഷൻ കണ്ട് പേടിച്ച്, രാഷ്ട്രീയം കണ്ട് പേടിച്ച് അത് തന്നെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇതൊരു ചെറിയ വിഷയമാണ്. ഇത് രണ്ട് ചെവി മാത്രം അറിഞ്ഞ് അവസാനിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടുപേരും നല്ല സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസവും അത്യാവശ്യം കാര്യ വിവരങ്ങളൊക്കെ ഉള്ളവരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ശ്രീലേഖ IPS ഇങ്ങനെ ഒരു വേറുണ്ടായ ഒരു താല്പര്യം തോന്നി ഫോൺ ചെയ്തു. അത് രമ്യമായിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ തീരുന്ന വിഷയമാണ് ഒന്ന്. ഇനി അത് രണ്ടാമത് ക്ലാരിഫിക്കേഷന് വേണ്ടി IPS ശ്രീലേഖ IPS മേഡം അവിടെ വന്നപ്പോഴും ഇത് രമ്യമായിട്ട് പരിഹരിച്ച് ശരി, ഓക്കെ, അനിയാന്ന് വിളിക്കുന്നു, മോനേന്ന് വിളിക്കുന്നു. ശ്രീലേഖ മേഡത്തിന്റെ വീട്ടിലെന്തോ ഫംഗ്ഷൻ ഉണ്ടായപ്പോ ആദ്യ അവസാനം പങ്കെടുത്ത, അതായത് മുന്നിട്ട് നിന്ന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ഈ പ്രശാന്ത് MLA എന്ന് പറയുന്നത്. അവർ തമ്മിൽ അത്ര ബന്ധമുണ്ടെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിളിച്ച സ്ഥിതിക്ക് അത് അവര് തോളത്ത് കൈവച്ച് അനിയാന്നോ അല്ലെങ്കിൽ മോന്റെ സ്ഥാനമാണെന്നൊക്കെ പറഞ്ഞപ്പോ അത് അവിടെ വെച്ച് തീരാവുന്ന വിഷയമാണ്. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ എല്ലാവരും ഒരു ബലം പിടുത്തം പിടിക്കുന്നു. അനാവശ്യമായിട്ട് ബലം ശ്രീ പ്രസന്നൻ, അങ്ങനെയൊക്കെ പറഞ്ഞത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തീരുമാനപ്രകാരമായിക്കൂടെ? അങ്ങനെയും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? അങ്ങനെയും വരും, അതൊക്കെ ഉണ്ടാവും. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. നേരത്തെ സാർ ഒരു കാര്യം പറഞ്ഞില്ലേ, ആനയും വ്യത്യാസമാണ്. അതായത് ഒരു റോഡിലെ സീബ്ര ലൈൻ എന്തെന്നും അതിന്റെ പ്രാധാന്യം എന്തെന്നും അറിയാത്തവര് ഏത് ഗണത്തിൽപ്പെടുന്നു ഞാനിപ്പോ പറയുന്നില്ല. ഒരു സീബ്ര ലൈനിന്റെ പ്രാധാന്യം അറിയാത്തവരാണോ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നയിക്കാനുള്ളവര്? അത് വളരെ മോശമാണ്. അവിടെ തന്നെ പറഞ്ഞു പോകണം കാര്യങ്ങള്. അതായത് അവിടെ വലിയ വ്യത്യാസമുണ്ട്. ഒരു സീബ്ര ലൈനിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ പിറ്റേ ദിവസമോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ, മോളെ അല്ലെങ്കിൽ മേഡം അല്ലെങ്കിൽ സഖാവെ അല്ലെങ്കിൽ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ തിരുത്തേണ്ട വിഷയങ്ങൾ അപ്പൊ തന്നെ കൂടെയുള്ളവർക്ക് തിരുത്തി കഴിഞ്ഞാൽ അത് പ്രശ്നം അവസാനിക്കും. ഇതൊരു വിഷയമാക്കണ്ട. കോട്ടയം എന്ന് പറഞ്ഞാൽ തല്ലിക്കെട്ടി പോവും. ഇത് ആലിക്കെട്ടിച്ച് കൊണ്ടുപോയി അവസാനം വഷളാവുന്നതിലും ഭേദം അത് അപ്പൊ തന്നെ അത് പറഞ്ഞ് ഇരുകൂട്ടരും പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്നതാണ്. അങ്ങനെയാണ് പോകേണ്ടത് നമ്മുടെ നാട്ടിൽ. ഈ വിഷയമല്ല, എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും പ്രേക്ഷകരുടെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖയും തമ്മിൽ ഓഫീസ് മുറിയെ ചൊല്ലിയുണ്ടായ തർക്കം ഇപ്പോഴത്തെ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരം പിടിച്ച ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ തുടക്കമാണോ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തർക്കങ്ങളും മറുതർക്കങ്ങളുമാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു മുന്നണി ജയിച്ചതിന്റെ സമ്മർദ്ദം, മറ്റേ മുന്നണി തോറ്റതിന്റെ സമ്മർദ്ദം, ഞാൻ ഇവിടുന്ന് പോകണോ, ഞാനിവിടെ കയറണോ എന്നുള്ളൊരു സമ്മർദ്ദം. അതായത് VK പ്രകാശ് സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടുന്ന് മാറുന്നതാണ് നല്ലത്, ഇവിടുത്തെ ഓഫീസിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. കാരണം ഇതിപ്പം ഭരിക്കുന്നത് കോർപ്പറേഷനാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശ്രീലേഖയ്ക്കാണ്. ആ ശ്രീലേഖയ്ക്ക് അത് പറയാൻ അവകാശമുണ്ട്. കാരണം ഇനി 3 മാസം കൂടിയുള്ളൂ തെരഞ്ഞെടുപ്പ്. ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ശ്രീ ഷാജി, എൻ്റെ ഒരു സംശയം, ശ്രീലേഖ കോർപ്പറേഷനിലെ കൗൺസിലറായി എന്ന് കരുതി ഈ അവകാശമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
ശ്രീ ഷാജിയുടെ ടെലിഫോൺ കട്ടായെന്ന് തോന്നുന്നു. ശ്രീ സുരേഷാണ് എരുമേലിയിൽ നിന്നും. ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ ആർ ശ്രീലേഖ വി കെ പ്രശാന്ത് തർക്കത്തെ കാണുന്നത്? കേവലം ഒരു ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം മാത്രമാണോ? അതിനപ്പുറം അതിന് അർത്ഥം കൽപ്പിക്കേണ്ടതുണ്ടോ? ശ്രീലേഖ മേഡം ഇത് കുറച്ച് മുമ്പ് ടി വിയിൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അതായത് സ്വന്തം ഒരു അനിയന്റെ രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരി അതായത് പ്രശാന്തിനോട് പറഞ്ഞത്. അതായത് തൽക്കാലം എന്റെ ഓഫീസിൽ പ്രവർത്തിക്കാനുള്ള ചുറ്റുവട്ടമില്ല, അതുകൊണ്ട് ഒന്ന് മാറി തരണം. നമ്മൾ ഇപ്പം നേരെ റെക്കോർഡിക്കലായിട്ട് ഒരു സംഭവം മൂവ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പ്രശാന്ത് പറയുന്നത് സത്യാവസ്ഥയാണെന്ന് പറയാം. ശ്രീ സുരേഷ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അനിയന്റെ രീതിയിലോ ചേച്ചിയുടെ രീതിയിലോ ഒക്കെ ഉള്ള തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഇത് സ്വന്തം വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വകാര്യ കാര്യമാണ്, ശരിയാണ്, പറയാം. ഇത് കൗൺസിലുമായി ബന്ധപ്പെട്ട കൗൺസിലർ എന്ന അധികാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് MLA എന്ന അധികാരത്തിലിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത്. അവർ തമ്മിൽ നേരത്തെ അനിയനും ചേച്ചിയും ബന്ധമാണോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും സൗഹൃദമുണ്ടോ അല്ലെങ്കിൽ സൗഹൃദമില്ലയോ എന്നുള്ള ഒരു വിഷയമേ അല്ല. അല്ലാതെ അനിയനോടുള്ള സൗഹൃദത്തിലാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര മാസത്തേക്ക് ഇനിയുണ്ട്? ഇന്ന് ആർ ശ്രീലേഖ വന്ന് ഞാൻ 7 വർഷമായി ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ 7 വർഷമായ MLA ആയിട്ട് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ തന്നെ കേട്ടതല്ലേ? പ്രശാന്തിനോട് ചോദിക്കുന്നത്. MLAക്ക് ഓഫീസ് ഇല്ലേ? MLAയുടെ ഓഫീസാണ് അവിടെ പ്രവർത്തിക്കുന്നത്. MLAക്കായിട്ട് ഓഫീസ് ഇല്ലേ? MLAയുടെ ഓഫീസാണത്. അങ്ങനെയല്ല ചോദിച്ചത്. MLAക്കായിട്ട് ഇതുവരെ തിരുവനന്തപുരത്ത് ഓഫീസ് ഇല്ല. MLAയുടെ തിരുവനന്തപുരത്ത് ഓഫീസ് എന്ന് പറയുന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലാണ്. ഏത് MLAക്കും ഓഫീസിന് സർക്കാരിന്റെ ഏതെങ്കിലും ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കണം. അതില്ലെങ്കിൽ മാത്രമാണ് സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത്. തിരുവനന്തപുരത്ത് വി കെ പ്രശാന്ത് MLA ആദ്യ ടേം മുതൽ പ്രവർത്തിക്കുന്നത് ആ കെട്ടിടത്തിലാണ്. അവിടെ തന്നെയാണ് ശാസ്തമംഗലം കൗൺസിലറുടെയും ഓഫീസ്. ഇത് ഓൾറെഡി കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു കെട്ടിടമാണ്. അതെ. അപ്പൊ കോർപ്പറേഷൻ ആണല്ലോ അതിന്റെ അധികാരം എന്ന് പറയുന്നത്. അതെ. അപ്പൊ കോർപ്പറേഷന് ഇപ്പം പ്രവർത്തിക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം പറയേണ്ട ആൾ ശ്രീലേഖ അല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലിൽ അത് കൊണ്ടുവരണം. കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്തൊരു കെട്ടിടം, ആ കെട്ടിടത്തിൽ നിന്ന് ഒരാൾ മാറണമെങ്കിൽ അത് MLA X or Y ആരോ ആയിക്കോട്ടെ. ഇപ്പോൾ താങ്കൾക്ക് ശ്രീ സുരേഷിന് വാടകയ്ക്ക് എടുത്തൊരു കെട്ടിടം അവിടെ വിളിച്ചിട്ട് ഒരു കോർപ്പറേഷൻ കൗൺസിൽ പറയുകയാണ് എനിക്ക് ഇരിക്കാൻ സൗകര്യമില്ല, അവിടെ താങ്കൾ മാറണം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് മറുപടി പറയും? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് സൗഹൃദപ്രദമായിട്ട് സംസാരിച്ച് താങ്കൾ എത്ര സൗഹൃദത്തെ ചോദിച്ചാലും താങ്കൾ എന്ത് പറയും? അല്ല, സൗഹൃദമായെന്ന് സംസാരിച്ച എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ് പറ്റുമെന്ന് പറയും. അല്ല, പറ്റുന്ന കാര്യം അല്ലെങ്കിൽ താങ്കൾ പറ്റില്ല എന്ന് പറയില്ലേ? അതുപോലെ തന്നെ മീഡിയ എന്ന് പറയുന്ന സംഭവം മീഡിയ ഒക്കെ അവിടെ നിൽക്കട്ടെ, പറ്റുന്ന കാര്യം അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയില്ലേ? ആ MLAക്ക് സൗകര്യമായ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 7 കൊല്ലമായ ഒരു MLA ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം, കോർപ്പറേഷൻ നിയമപരമായി അംഗീകരിച്ച സ്ഥലം, അവിടെ നിന്ന് മാറണമെന്ന് പറയണമെങ്കിൽ ആദ്യം കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കണം. MLA ഓഫീസ് അവിടെ നിന്ന് മാറ്റണമെന്ന് അത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ തീരുമാനം എടുക്കണം. അല്ലാതെ ഒരു കൗൺസിലർ വിളിച്ച് എനിക്ക് സൗഹൃദമുണ്ട് എന്ന് കരുതി അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെയല്ല. അതായത് നമ്മൾ സൗഹൃദ സംഭാഷണം വേറെ. അല്ല, എന്തിനാ അങ്ങനെ സൗഹൃദ സംഭാഷണം? ഞാനത് വെച്ചാൽ ആർ ശ്രീലേഖയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അത് അല്ലെങ്കിൽ ഈ പറയുന്ന വി കെ പ്രശാന്തിന്റെ വീടുമായി ബന്ധപ്പെട്ട സ്വകാര്യ വിഷയം, അവർക്ക് സൗഹൃദ സംഭാഷണമാകാം. BJP കൗൺസിലറും അവിടെ നിൽക്കുന്ന ഒരു കൗൺസിലർ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ അവിടുത്തെ MLAയോട് അങ്ങനെ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ കൗൺസിലർക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ് MLA. അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ മുറി ഒഴിയണം എന്ന് പറയാൻ കഴിയുമോ? അതിപ്പോ പ്രശാന്ത് തന്നെ പറഞ്ഞല്ലോ. അതായത് പ്രശാന്ത് പറഞ്ഞ എന്താണ്, MLAയും ഇതും സ്ഥാനവ്യത്യാസമുള്ള രീതിയിലാണ്. ഇത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ, അല്ലാതെ വേറെ ആരും തെരഞ്ഞെടുത്തു അങ്ങനെയല്ലല്ലോ. ഒരു MPയുടെ സ്ഥാനമാണോ ഒരു MLAക്കുള്ളത്? അല്ല, ഏതായാലും ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ സ്ഥാനമാണോ ഒരു മുഖ്യമന്ത്രിക്കുള്ളത്? താങ്കളെ എല്ലാവരും ഒന്നുപോലെയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന സ്ഥാനം മുഖ്യമന്ത്രിക്കും കൊടുക്കണം എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ അവരുടെ ഓഫീസിന് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവര് മാറാൻ പറയുന്നത്. അങ്ങനെയാണോ പറയേണ്ടത്? ഇവര് നിയമമൊക്കെ അറിയാവുന്ന ആളല്ലേ? എന്റെ ചോദ്യം അതാണ്. അങ്ങനെ സൗഹൃദത്തിൽ പറയേണ്ട ഒരു വേദിയാണോ? അവര് സൗഹൃദത്തിൽ സംസാരിച്ച് നോക്കി, ഇനി അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അല്ല, അതെന്തിനാ അങ്ങനെ നോക്കുന്നത്? അങ്ങനെ സൗഹൃദത്തിൽ സംസാരിച്ച് നോക്കുന്നത് ഒതുക്കത്തിൽ നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിയമപരമായി വഴി സ്വീകരിക്കുന്നെങ്കിലും നിയമപരമായിട്ട് സൗഹൃദത്തിലാക്കി പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. എനിക്ക് അരിയനാണെങ്കിൽ സൗഹൃദത്തിൽ പറഞ്ഞു. ഇന്നും പറയുന്നത് അങ്ങനെയാണല്ലോ, ഞാനും എൻ്റെ ആളുകൾ ഇവിടെ കാണുമോ, താങ്കൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്നല്ലേ പറഞ്ഞത്? അതെ. അല്ല, അത് ഏത് സ്വരമാണ്? ഈ ബാത്റൂമിന്റെ അകത്ത് വരെ ഫയൽ വരെ കൊണ്ടുവച്ചു. ബാത്റൂമിനകത്ത് ഫയൽ ഇരിക്കുന്നെങ്കിൽ അത് മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ നിയമപരമായി ചെയ്യാമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. ഇനി ഒന്നുമില്ല, കൈയേറിയതാണെന്ന് കരുതുക. കൈയേറിയതാണ് എങ്കിൽ പോലും അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. കൈയേറി പ്രവർത്തിച്ചാണ്, അനധികൃതമായി കൈയേറിയാണെങ്കിൽ കോർപ്പറേഷനല്ലേ, അല്ല കൗൺസിലർക്ക് എന്ത് അധികാരം ഇതിനകത്ത്? ആ കൗൺസിൽ വാർഡിലുള്ള എല്ലാ കോർപ്പറേഷൻ ബിൽഡിങ്ങിന് അധികാരം കൗൺസിലർക്കാണോ? അങ്ങനെയൊന്നുമില്ല.
കൗൺസിലർക്ക് കൊടുത്ത ഓഫീസാണത്. കൗൺസിലർക്ക് കൊടുത്ത ഓഫീസ് അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അവിടെ പോയി പ്രവർത്തിക്കാമല്ലോ. അവിടെ പ്രവർത്തിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അത് ഇതുവരെയുള്ള കഴിഞ്ഞ 7 വർഷം കൗൺസിലർ പ്രവർത്തിച്ചല്ലേ. സൗകര്യമില്ലെങ്കിൽ അവർ കോർപ്പറേഷൻ തീരുമാനം എടുക്കണം, എന്നിട്ട് അവിടുന്ന് MLA മാറ്റണം. അതാണ് വേണ്ടത്. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള തീരുമാനം ഉണ്ടാവും. അല്ല, അത് ഉണ്ടാവുന്നെങ്കിൽ പിന്നെ ഇപ്പൊ ഈ അനിയൻ ചേട്ടൻ ചേച്ചി സൗഹൃദം ഒന്നും വേണ്ടിയിരുന്നില്ല. അതൊരു നാടകമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം കയറി പിടിക്കുവാണ് ചെയ്യുന്നത്, അല്ലല്ലോ. ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുമല്ലേ എല്ലാരും ചെയ്യുന്നത്. ശരി, അങ്ങനെ പറഞ്ഞു നോക്കുന്ന രീതിയാണോ കൗൺസിലർ വിളിച്ച MLAയോട് നിങ്ങൾ ഓഫീസ് ഒഴിയണം എന്ന് പറയുന്നതാണോ സൗഹൃദം? ശ്രീദേവി മേഡം അതായത് പറഞ്ഞിരിക്കുന്നത് നിർബന്ധിച്ച് മാറണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് നിർബന്ധിച്ച് മാറണ്ട, ഇത് കൗൺസിലിൽ ഔദ്യോഗികമായി ചോദിക്കാമല്ലോ. ഔദ്യോഗികമായ ഒരു കൂടുന്നല്ലേ ഉള്ളൂ. ശരി, ഓക്കെ. സുരേഷിന്റെ അഭിപ്രായം അങ്ങനെ. അത് തന്നെ, ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകൾ. ശ്രീ പ്രജിത്താണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രജിത്തിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ പൊതുവായിട്ടൊരു വിഷയത്തിലാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയത്തിലല്ല, ഞാൻ എന്റെ പൊതു വിഷയമാണ് പറഞ്ഞോ പ്രജിത്തെ. ഇപ്പോഴും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ, ഇപ്പം എവിടെയായാലും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ, എന്റെ ജീവിതം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇപ്പൊ നടക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം. നല്ല കാര്യം. അപ്പോ ഇപ്പം ഈ പൊതുവിദ്യാലയങ്ങളിൽ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം എന്ന് പേരല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? ഇപ്പൊ മാറി മാറി വരുന്ന ഈ ഭരണകർത്താക്കൾ അതിൽ ഒന്ന് ഇടപെടണം. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് താഴേക്ക് എല്ലാ ജില്ലകളിൽ അതാത് പഞ്ചായത്ത്. നമ്മുടെ വിഷയം അതല്ല, പക്ഷേ സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി BRCകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ രീതിയിൽ തന്നെ അത്തരം മാറ്റങ്ങളും അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുകളും പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചെയ്യണമെന്നുള്ളത് ശക്തമാണ്. കാലം മാറുന്നതിനനുസരിച്ച് അത്തരം മാറ്റങ്ങളും വേണം. അല്ല, സാറ് പറഞ്ഞു BRC ഇല്ല, അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ അനുഭവം കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ഭിന്നശേഷി കുട്ടി അച്ഛനാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ സംഭവമില്ല. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്. തികച്ചും കാലത്തിനൊത്ത് മാറ്റേണ്ട വിഷയം തന്നെയാണ്. അതിനകത്ത് മാറ്റം കൂടുതൽ അനിവാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ശ്രീ പ്രമോദാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ പ്രമോദ്, ഈ തിരുവനന്തപുരത്തെ തർക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീലേഖ മേഡത്തെ പോലെ പരിണിത പ്രജ്ഞയായ ഒരു മേഡം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ആളുടേതായ രീതിയിലുള്ള സൗകര്യങ്ങൾ അവിടെ വേണ്ടിയിട്ടായിരിക്കാം ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ ആളുടെ ഫോഴ്സ് ഉപയോഗിക്കാതെ ഒരു വ്യക്തിബന്ധത്തിന്റെ പുറത്ത് സംസാരിച്ചതാവാനാണ് സാധ്യത. ഓഫീസ് മുറിയിൽ പ്രവർത്തിക്കുന്ന അവിടെ ഒരു MLA ഓഫീസുണ്ട്. ആ MLA ഓഫീസിന് മാർച്ച് 31-ാം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയപ്പെടുന്നു. ഞാൻ എൻ്റെ രേഖ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാർച്ച് 31-ാം തീയതി പ്രവർത്തനം പുതുക്കാൻ സമയത്തല്ലേ ഒരാൾക്കൊരു കട വാടകയ്ക്ക് കൊടുത്തല്ലേ, നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു, അതിന് ഒരു ദിവസം ചെന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഒഴിയണം എന്ന് ആവശ്യപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, അങ്ങനെയല്ലോ. കൗൺസിലർ ഇപ്പൊ പുതിയതായിട്ട് അധികാരം ഏൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കൗൺസിലർക്ക് അങ്ങനെ ഒരു അധികാരം പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ പ്രമോദേ? അല്ല, അപ്പൊ അത് സംസാരിക്കണമല്ലോ. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. സംസാരിക്കുന്നത് താങ്കളുടെ ചേർത്തലയിലെ ഒരു ഏതെങ്കിലും കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലർ അല്ലേ, അവിടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ കൗൺസിലറാണ് അവിടുത്തെ ആളെ ഇറക്കി വിടാൻ തീരുമാനിക്കുന്നത്, അല്ലല്ലോ. അത് കൗൺസിൽ തീരുമാനിക്കണം. അല്ല, അങ്ങനെയല്ല. എനിക്ക് സൗകര്യത്തോടുകൂടി ഒരു ഓഫീസ് എനിക്ക് അവിടെ ആവശ്യമുണ്ട്. അത് വേണമെങ്കിൽ മേയറോടല്ലേ ആവശ്യപ്പെടേണ്ടത്, VV രാജേഷിനോടല്ലേ ആവശ്യപ്പെടേണ്ടത്? അതിന് ആദ്യം ഇനിഷ്യലി അവിടെ ഉള്ള ആളോട് സംസാരിച്ചതിന് ശേഷമല്ലേ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഉള്ള ആളോട് സംസാരിക്കും. ഉള്ള ആൾക്ക് കൊടുത്തത് ആരാണ്? ഈ ഉള്ള ആളിന് അത് കരാറാക്കി കൊടുത്തത് നഗരസഭയല്ലേ? ആ നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മേയർ ആരാണ്? അത് VV രാജേഷ് അല്ലേ? VV രാജേഷിനോടല്ലേ സംസാരിക്കേണ്ടത്? എനിക്ക് അവിടെ സൗകര്യം പോരാ, എനിക്ക് കൂടുതൽ സൗകര്യം വേണം, അവിടെ നിന്ന് MLA ഓഫീസ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞത് VV രാജേഷിനോടല്ലേ? VV രാജേഷ് അല്ലേ അത് കൗൺസിൽ വെച്ച് പാസ്സാക്കിയെടുത്ത് അങ്ങനെ ചെയ്യേണ്ടത്? അതിന് പകരം VK പ്രശാന്തിനെ വിളിച്ചിട്ട് എൻ്റെ അവിടെ സൗകര്യം പോരാ, അതുകൊണ്ട് അത് ഒഴിഞ്ഞു തരണം എന്ന് പറയുന്നത് ശരിയാണോ? അവര് തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലല്ലല്ലോ അവർ കൗൺസിലർ ആയതും MLA ആയതും. അതല്ല, അവർ ഭരണതലത്തിൽ ഇരുന്നിട്ടുള്ള ഒരു മേഡാണ്. അല്ല, ഭരണതലത്തിൽ മേഡമാണെങ്കിൽ ആ ഭരണതലത്തിൽ VK പ്രശാന്തിന് ശ്രീലേഖയോടുള്ള ബന്ധം തന്നെ DGP ആയിരുന്ന ആൾ എന്ന നിലയ്ക്ക് MLA ആയിരുന്ന ആൾ നിലയ്ക്കുള്ള ബന്ധമാണ്. അല്ലാതെ ഇവർ തമ്മിൽ ഒരുമിച്ച് അയൽക്കാരെന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു സൗഹൃദമൊന്നും അല്ലല്ലോ ഉള്ളത്. അങ്ങനെ സ്ഥിരതാമസമായിട്ടുള്ള ആൾക്കാരല്ലേ, തിരുവനന്തപുരത്തെ സ്ഥിരതാമസമായിട്ടുള്ള ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ, പക്ഷേ മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു അനിയനോട് ചോദിക്കുന്ന രീതിയിൽ ആദ്യം ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ശ്രീ പ്രമോദ്. DGP ആയിരിക്കുന്ന ഒരാളോട് ഒരു പോലീസ് സ്റ്റേഷനിലെ SI
അതിന് തന്ന ഒരു സൗകര്യം പോരാ, DGP ഓഫീസിൻ്റെ സൗകര്യത്തിൽ നിന്ന് സ്വല്പം ആ കെട്ടിടം കുറച്ച് മാറ്റണം, എൻ്റെ പോലീസ് സ്റ്റേഷന് അല്ലെങ്കിൽ SIO CIO ചോദിക്കുന്നു എൻ്റെ പോലീസ് സ്റ്റേഷൻ കുറച്ചുകൂടെ സൗകര്യം വേണം, അതുകൊണ്ട് താങ്കൾ ഈ ഓഫീസ് അവിടെ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെയല്ല. യാഥാർത്ഥ്യമാണെന്ന് കരുതുക, താങ്കൾ കരുതുക യാഥാർത്ഥ്യമാണെന്ന് കരുതുക, ഒരു ഓഫീസിൽ പ്രവർത്തിക്കുന്നു, അവിടെ സൗകര്യം കുറവാണെങ്കിൽ നേരെ DGPയോട് വിളിച്ചിട്ട് CIO അല്ലെങ്കിൽ SIO വിളിച്ചിട്ട് പറയുമോ, അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിളിച്ചിട്ട് പറയുമോ എൻ്റെ ഓഫീസിന് കുറച്ചുകൂടി സൗകര്യം വേണം, എനിക്ക് പ്രവർത്തിക്കണം, അതുകൊണ്ട് നിങ്ങളുടെ DGP ഓഫീസ് ഇവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മളെല്ലാവരും ടോയ്ലറ്റിൽ പോലും ഓഫീസ് ഫയലുകൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ ടോയ്ലറ്റിൽ തന്നെ DGP ഓഫീസിലെ ആളുകൾ വെച്ചിരിക്കുന്നതെന്ന് താങ്കൾ കരുതുക. DGP ഓഫീസിന്റെ ഭാഗമായി ഒരു പോലീസ് സ്റ്റേഷന്റെ സ്ഥലത്തേക്ക് ഈ സ്ഥലങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ ആ SHO വിളിച്ചിട്ട് നേരെ DGPയോട് ചോദിക്കുമോ? അതല്ല, വ്യക്തിപരമായുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പറഞ്ഞത്. അവർ വ്യക്തിപരമായ അങ്ങനെ വ്യക്തിപരമായി ചോദിക്കുമോ? അല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധവും ലീഗലായിട്ടുള്ള ബന്ധവും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. അപ്പൊ അവർ തമ്മിൽ തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് സ്ഥിരതാമസമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ടുണ്ടാവാം. അതിന് ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീ പ്രമോദ്, എൻ്റെ ചോദ്യം അത് തന്നെയാണ്. വ്യക്തിപരമായ സൗഹൃദമുണ്ടെങ്കിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിളിച്ച് DGPയോട് ചോദിക്കുമോ എൻ്റെ ഓഫീസിന് സൗകര്യം കുറവ്, അതുകൊണ്ട് താങ്കളുടെ ഓഫീസ് ഇവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുമോ? ഇല്ല, പുതിയതായിട്ട് വന്ന ഒരു കൗൺസിലറാണ്. അപ്പൊ കുറച്ച് സൗകര്യം, പൊതുജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യങ്ങൾ അവിടെ വേണം. അവർക്ക് വണ്ടി വയ്ക്കാനുള്ള. പ്രമോദിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് ശ്രീ ഷാജിയാണ് കല്ലറയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഈ തർക്കത്തെ കാണുന്നത്? ഹലോ, നമസ്കാരമുണ്ട്, പറയൂ. നമസ്കാരം സാറേ. ഞാൻ ഈ കാര്യത്തെ കാണുന്നത് നമ്മളെ പ്രശാന്ത് മാഷ് അവിടുത്തെ മേയറായിരുന്നു. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ശ്രീ രവീന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ രവീന്ദ്രൻ നായർ, ഈ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം ഇതിനപ്പുറത്തേക്കുള്ള വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം കൂടിയായി കാണാൻ കഴിയുമോ? ശ്രീ രവീന്ദ്രൻ നായർ, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. പറഞ്ഞോളൂ. ശ്രീ രവീന്ദ്രൻ നായർ കേൾക്കാമോ? ശ്രീ രവീന്ദ്രൻ നായരും TV ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് പൊതുവേദി പ്രഷർ ശ്രദ്ധിക്കുക. പുതുതായി വരുന്ന ആളുകൾ TV മ്യൂട്ട് ചെയ്തിട്ട് വേണം പൊതുവേദിയിൽ സംസാരിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ TV നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതും നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതും തമ്മിൽ ഏകദേശം 1-2 സെക്കൻഡുകളുടെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയില്ല. TV മ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി സംസാരിക്കുകയും ചെയ്യാം. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. അത് ശ്രീലേഖ ഒരു സൗഹൃദം എന്ന നിലയ്ക്കാണ് ആവശ്യപ്പെട്ടത്. അതിനെ മറ്റ് രാഷ്ട്രീയമായി കാണേണ്ടതില്ല. അതല്ല, ഇത് കൃത്യമായി തന്നെ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കം കൂടിയാണ്. അതല്ല, മേയർ സ്ഥാനം കിട്ടാത്തതിനുള്ള ശ്രീലേഖയ്ക്കുണ്ടായ വിഷമമാണ് അത് VK പ്രശാന്തിൻ്റെ മേൽ തീർത്തത്. അതല്ല, VK പ്രശാന്തിന് അങ്ങനെ ഒരു അസൗകര്യം മനഃപൂർവ്വമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി എടുത്തതാണ്. അതിനെ ആ തരത്തിൽ കാണേണ്ടതില്ല എന്ന് തുടങ്ങി വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൻ്റെ ഭാവി ഇനി നമുക്ക് വരും ദിവസങ്ങൾ അറിയാം. ഇതിന് പിന്നിൽ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ കാണാം. അതിനിടയിൽ മറ്റൊരു സാധ്യത കൂടി നമ്മുടെ പ്രേക്ഷകൻ ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന് പറഞ്ഞത്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. VV രാജേഷ് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാവുമെന്നും അപ്പോൾ VV രാജേഷ് ജയിക്കുമെന്നും ആ സ്ഥാനത്തേക്ക് അപ്പോൾ ശ്രീലേഖ മേയറാവുമെന്നൊക്കെ അദ്ദേഹം ഒരു മുൻകൂട്ടി ഒരു കാര്യം പറയുന്നു. എന്തായാലും പല സാധ്യതകൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ട്. അത്തരം സാധ്യതകളൊക്കെ കൂടിയാണ് പ്രേക്ഷകർ സംസാരിച്ചത്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.